ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടമാവാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുക. അപ്പോൾ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ പറയാനുള്ളത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്ത എല്ലാ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള ജസ്റ്റ് cap.mgu.ac. എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥി നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം ഒന്നാമതായിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥി, അത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. കാരണം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഓരോ കാര്യം നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇന്ന് 16-ാം തീയതി, അതായത് 19-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടി, അതായത് ഒന്നാമത് കൊടുത്ത ഓപ്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുക ആ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. എന്നാൽ സ്വാഭാവികമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ 3, 4 അല്ലെങ്കിൽ 10, 15 ഈ രീതിയിൽ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിലും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക്, അതായത് ഏറ്റവും മുകളിലുള്ള ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ടും അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അതായത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും 19/6/2025 വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് നോക്കാം. അതേപോലെ വിദ്യാർത്ഥിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ടെമ്പററി അഡ്മിഷനാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷനും പെർമനൻ്റ് അഡ്മിഷനും എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിന് ഒന്നാമതായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് കോളേജിലാണ് എത്രാമത് ഓപ്ഷനാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ നിങ്ങൾ നിർബന്ധമായിട്ടും അടക്കണം. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 1575 രൂപ, ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപ. ഈ ഒരു ഫീസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അവസാനം കൊടുത്ത കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എങ്കിലും നിങ്ങൾ ഒന്നാമതായിട്ട് നിർബന്ധമായിട്ടും 19/6/2025 തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ നിങ്ങൾ അടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അടക്കാത്ത വിദ്യാർത്ഥികൾ ജസ്റ്റ് നാളെ 17, 18 തീയതിയുണ്ട്, അതിനുള്ളിൽ ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്ത് അതേ രീതിയിൽ നിങ്ങൾ അക്ഷയയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ UPI മെത്തേഡ് വഴി നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് കൊടുത്താൽ മതി. ഈ എമൗണ്ട് അതായത് ഈ പറയുന്ന എമൗണ്ട് പേയ്ഡ് ചെയ്താൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്ന എമൗണ്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുക. അത് ഏത് ഓപ്ഷനാണെങ്കിലും അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി നിർബന്ധമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കോളേജിൽ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫീസ് ഇപ്പോൾ അടക്കണമോ? അടച്ചിരിക്കണം. കാരണം യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ നിങ്ങൾക്ക് ഏത് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ നിങ്ങൾ അടക്കണം. 1575 രൂപ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, SC/ST വിഭാഗത്തിൽപ്പെട്ട 50 രൂപ അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റ് അടച്ചവർക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സഹിതമാണ് നിങ്ങൾ കോളേജിലോട്ട് പോകേണ്ടത്. അപ്പോൾ കോളേജിൽ നേരിട്ട് പോയിട്ട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയ വിദ്യാർത്ഥിയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് രണ്ടാമത് കിട്ടിയ ആ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് രണ്ടാമത് കിട്ടിയ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ആരും കോളേജിൽ നേരിട്ട് പോയിട്ട് ഹാജരാവേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ നിങ്ങൾ അടക്കുന്നു. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്
ആ കോളേജിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇന്നേ കോളേജിൽ ഇന്നേ സബ്ജക്റ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്, അപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് ജസ്റ്റ് കാര്യം നിങ്ങൾ കോളേജിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ കോളേജിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് റിപ്പോർട്ട് ചെയ്യാതെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടാണെങ്കിലും പെർമനൻ്റ് ആയിട്ടാണെങ്കിലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 19/6/2025 ഇപ്പോൾ നാളെയും മറ്റന്നാളും തൊട്ടടുത്ത ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ട്. അത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് അടച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഇനി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും വിദ്യാർത്ഥി ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കൺഫർമേഷൻ സ്ലിപ്പ് വന്നിട്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റിലാണ് നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ രീതിയിൽ 19/6/2025 കോളേജിലോട്ട് പോകുന്ന സമയത്ത് അലോട്ട്മെന്റ് മെമ്മോ, അതായത് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ അലോട്ട്മെന്റ് മെമ്മോയുടെ കോപ്പി, അതിൽ SLC ബുക്ക്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ SLC ബുക്ക് മതി. അതേപോലെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നിങ്ങൾ SLC +2 മാർക്ക് ലിസ്റ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റുള്ള ബോർഡിൽ നിന്നൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിന് പുറമേയുള്ള ബോർഡിൽ നിന്ന്, അതായത് കേരള ഹയർ സെക്കൻഡറി ബോർഡ് അല്ലാത്ത മറ്റു ബോർഡ് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇനി EWS വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ്, അത് EWS പിന്നോക്ക വിഭാഗക്കാരുടെ EWS സർട്ടിഫിക്കറ്റ്. ഇനി കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ബോണസ് വെയിറ്റേജ്, അത് NSS, NCC, SPC പോലെയുള്ള ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വെയിറ്റേജ് ബോണസ് കൊടുത്തിരുന്ന ഈ പറയുന്ന സർട്ടിഫിക്കറ്റും, ഇത്രയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇത്രയും സർട്ടിഫിക്കറ്റ് സഹിതമാണ് നിങ്ങൾ കോളേജിലോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ കോളേജിൽ അഡ്മിഷൻ ഫീ നിങ്ങൾ കൊടുക്കണം. അതായത് അഡ്മിഷൻ അന്ന് എടുക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ അപേക്ഷ പേജിൽ പ്രോസ്പെക്ട്സിൽ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ട്യൂഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കോളേജിൽ നിങ്ങൾക്ക് കൊടുക്കണം. ഇനി അഥവാ കോളേജിൽ നിങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോകുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ കോളേജിലെ നിങ്ങൾ അലോട്ട്മെന്റ് മെമ്പോ പ്രകാരം നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടിയത് ആ കോളേജ് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സമയം തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജിൽ ഇൻഫർമേഷൻ ലഭിക്കും. അവർ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. ആ രീതിയിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ പോയി. ഇനി എത്ര ഫീസാണ് അടക്കേണ്ടത്, അതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥി കൃത്യമായിട്ട് കോളേജിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടും എടുത്ത് നിങ്ങൾ ജസ്റ്റ് കോളേജിലോട്ട് പോയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും ഈ രീതിയിൽ സർട്ടിഫിക്കറ്റ് സെറ്റാക്കി വെക്കുക. കാരണം രണ്ടാമത്തെ അലോട്ട്മെന്റ് മൂന്നാമത്തെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. ഇനി കൂടാതെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായും 19/6/2025 നിങ്ങളുടെ പ്രൊഫൈൽ കൺഫർമേഷൻ സ്ലിപ്പ് വന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയിട്ടുള്ള ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിലവിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് 19-ാം തീയതി അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20-21-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം സെക്കൻഡ് അലോട്ട്മെന്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് 20-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജുകൾ ഏഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള റീ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്താൻ എഡിറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 20/6/2025 വരെ നിങ്ങൾ പ്രൊഫൈൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന കാര്യം, എഡിറ്റ് ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് പൂർത്തീകരിച്ച് ഫൈനലി നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. എഡിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികൾ പിന്നെ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്തതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനുശേഷമുള്ള ആ ഒരു PDF നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും അതേപോലെ തന്നെ ഈ പറയുന്ന കൺഫർമേഷൻ സ്ലിപ്പ് കൺഫേം ആക്കുകയും ചെയ്യുക. 19/6/2025 സമയം. അതുപോലെ തൊട്ട് പിന്നാലെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. ഇനി നേരത്തെ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് ഇനിയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ യൂണിവേഴ്സിറ്റികളും എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.